ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു LMD. നമ്മൾ ഇന്ന് 10ാം ക്ലാസ്സിലെ 6ാമത്തെ യൂണിറ്റ് ആയ ട്രിഗ്നോമെട്രി ത്രികോണമിതി എന്ന പാഠഭാഗത്തിലെ പേജ് 121 എക്സസൈസ് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ ചോദ്യം വായിക്കാം. One angle of a rhombus is 50 degree and the shorter diagonal is 6 centimeters. What is its area? ഒരു റോംബസ് എന്ന് പറയുന്നത് എന്താണ്? സമഭുജ സാമാന്തരികം. ഇതിന്റെ ഒരു കോൺ 50 ഡിഗ്രിയും ചെറിയ വികരണത്തിന്റെ നീളം 6 സെന്റിമീറ്ററും ആയാൽ അതിന്റെ ഏരിയ എത്ര? അതായത് പരപ്പളവ് എത്ര? നമുക്ക് ആദ്യം ചിത്രം വരയ്ക്കാം. റോംബസ് ചോദ്യത്തിനനുസരിച്ച് ഒരു റോംബസ് ABCD വായിച്ചിട്ടുണ്ട്. റോംബസിന്റെ പ്രത്യേകത എന്താണ്? ഓൾ 4 sides are equal and diagonals are perpendicular bisectors of each other. അതായത് ലംബ സമഭാജികളാണ്, സമമായിട്ട് ഭാഗിക്കുകയും ചെയ്യും, ലംബമാണ്. ഈ 4 കോണുകളും 90 വീതം ആയിരിക്കും. പിന്നെ ഈ ലെങ്തും OAയും OC ഈക്വൽ ആയിരിക്കും. ഞാൻ ഇവിടെ O എന്ന് പേര് കൊടുത്ത് ODയും OBയും ഈക്വൽ ആയിരിക്കും. പിന്നെ നമുക്ക് എന്താ കാണുക? വൺ ആംഗിൾ ഈസ് 50 ഡിഗ്രി. അപ്പം മൊത്തം ആംഗിള് 50. അപ്പൊ ആംഗിളിനെ ബൈസെക്റ്റും കൂടെ ചെയ്യുന്നതുകൊണ്ട് ഈ ആംഗിൾ എത്ര കിട്ടും? 25 എന്ന് കിട്ടും. മൊത്തത്തില് 50. പിന്നെ ചെറിയ ഡയഗണല് 6 സെന്റിമീറ്റർ. അപ്പൊ ഇവിടെ 3 സെന്റിമീറ്റർ, ഇവിടെയും 3 സെന്റിമീറ്റർ, ടോട്ടൽ 6. ഒരു ഡയഗണല് വലുതും ഒന്ന് ചെറുതുമായിരിക്കും റോംബസിന്റെ. അപ്പൊ നമുക്കിത് ഏത് രീതിയിൽ ചെയ്യാൻ പറ്റും? ഏരിയ കാണുന്നത് എങ്ങനെയാണ്? ഹാഫ് ഇൻറ്റു പ്രോഡക്റ്റ് ഓഫ് ദ ഡയഗണൽസ്. അപ്പൊ നമുക്ക് ഒരു ഡയഗണൽ അറിയാം അല്ലേ? മറ്റേ ഡയഗണലിലൂടെ കണ്ടുപിടിച്ചാൽ പോരെ? അതായത് OA കണ്ടുപിടിച്ചാൽ OAയുടെ ഡബിൾ ആണ് AC. അപ്പൊ ഏരിയ ഈക്വൽസ് ഏരിയ ഓഫ് റോംബസ്. പിന്നെ വേറെ രീതിയിലും ചെയ്യാം. ഹാഫ് ബേസ് ഇൻറ്റു ഹൈറ്റ്. ഒരു ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടിട്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത റോംബസിന്റെ ഏരിയ കിട്ടും. ഹാഫ് ഇൻറ്റു പ്രോഡക്റ്റ് ഓഫ് ദ ഡയഗണൽസ്. ഡയഗണലിന് D1 ഉം D2 എന്നും കൊടുത്താൽ ഏരിയ ഈക്വൽസ് ഹാഫ് D1 D2 എന്ന് എഴുതാം. അതിന് നമുക്ക് D1 ഉണ്ടല്ലേ? D1 ഈക്വൽസ് 6 സെന്റിമീറ്റർ എന്ന് ഉണ്ട്. D2 കൂടി കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ നമുക്കിവിടെ നോക്കിക്കേ, ഈ ട്രയാങ്കിൾ അങ്ങ് എടുക്കാം. നമുക്ക് OA കണ്ടുപിടിക്കണം. OAയുടെ ഡബിൾ ആണ് AC. അപ്പം OA കണ്ടുപിടിക്കാൻ നമുക്ക് ഈ ട്രയാങ്കിൾ എടുത്താൽ മതി. ഏത് ട്രയാങ്കിൾ? ട്രയാങ്കിൾ AOB. ഇൻ ട്രയാങ്കിൾ AOB. അപ്പം ഇത് എതിർവശം അറിയാം, സമീപവശം കണ്ടുപിടിക്കണം. അപ്പൊ ഏത് റേഷ്യോ എടുക്കേണ്ടത്? tan 25. tan 25 ഈക്വൽസ് OB by OA ഈക്വൽസ് OB എത്ര? 3 by OA. tan 25ന്റെ വാല്യൂ നമുക്ക് ടേബിളിൽ നോക്കുമ്പോൾ കിട്ടുന്നത് 0.4663 ആണ്. ഈക്വൽസ് 3 by OA എന്ന് കിട്ടും. അപ്പൊ OA ആണ് എന്ത് ചെയ്താൽ മതി? ഡിവൈഡ് ചെയ്താൽ മതി അല്ലേ? Therefore OA equals 3 divided by 0.4663. അപ്പം 3 divided by 0.4663. അപ്പം ഞാൻ ഡിവൈഡ് ചെയ്തൊന്നും കാണിക്കുന്നില്ല, നിങ്ങൾ ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ 6.43 എന്നാണ്. 6.43 സെന്റിമീറ്റർ. അപ്പോൾ AC നമുക്ക് കിട്ടത്തില്ലേ? AC is equal to twice OA. അപ്പോൾ AC കിട്ടും. AC is equal to 2 into 6.43 equals 12.86. 3 to 6 മെന്റൽ അടിച്ച് അറിയാം. 4 to 6 6 4 12. 12.86 സെന്റിമീറ്റർ എന്ന് കിട്ടി. അപ്പൊ നമുക്ക് രണ്ട് ഡയഗണലും അറിയാമല്ലോ. നമുക്ക് ഏരിയ കണ്ടുപിടിച്ചൂടെ? ഏരിയ ഈക്വൽസ് ഹാഫ് ഇൻറ്റു പ്രോഡക്റ്റ് ഓഫ് ദ ഡയഗണൽ. ഒന്നാമത്തെ ഡയഗണൽ താണ്ടെ 6, രണ്ടാമത്തെ ഡയഗണൽ നമുക്ക് കിട്ടി 12.86 എന്ന് കിട്ടി. ഓക്കെ,
2, 3 times. അപ്പോൾ 3 into 12.86. അപ്പം എത്ര കിട്ടും? 3 is 18, 8, 24 plus 1, 25, 2, 8, 38. 38.58 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. നമുക്കിവിടെ ഒന്നുകൂടെ എടുത്തെഴുതാം. ഏരിയ ഈക്വൽസ് 38.58 സെന്റിമീറ്റർ സ്ക്വയർ. ഇതാണ് ഏരിയ ഓഫ് റോംബസ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ചോദ്യം, എ ladder leans against a wall with a foot 2 meters away from the wall. The angle between the ladder and the ground is 40 degrees. How high is the top of the ladder from the ground? അതായത് ഒരു ഏണി ചുവരില് ചാരി വെച്ചിരിക്കുകയാണ്. അപ്പം ഏണിയുടെ ചുവടും വാളും ഭിത്തിയും തമ്മിലുള്ള അകലം 2 മീറ്റർ ആണ്. ആംഗിൾ ബിറ്റ്വീൻ ദ ലാഡർ ആൻഡ് ദ ഗ്രൗണ്ട്, അതായത് ഏണിയും തറയും നിർമ്മിക്കുന്ന കോണളവ്, അതിൻ്റെ ഇടയിലുള്ള കോണളവ് എന്ന് പറയുന്നത് 40 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ഏണി ഗ്രൗണ്ടിൽ നിന്ന്, തറയിൽ നിന്ന് എത്ര ഉയരത്തിലെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്കൊരു ചിത്രം വരയ്ക്കാം. ഏണി ചുവരില് ചാരി വെച്ചിരിക്കുന്നു. ഇതുണ്ട്, ഇതാണ് ഏണി. അപ്പം ഇതാണ് ചുവര്, ഇത് വോൾ. ദിസ് ഈസ് വോൾ, ദിസ് ഈസ് ladder. ഈ അകലം 2 മീറ്റർ. ആംഗിൾ എത്ര തന്നിരിക്കുന്ന 40 ഡിഗ്രി. നമുക്ക് ഇതിന്റെ പേര് കൊടുക്കാം എ ബി സി. അപ്പൊ നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? എ ബി ആണ് കണ്ടുപിടിക്കേണ്ടത്. ഹൗ ഹൈ ഈസ് ദ ടോപ്പ് ഓഫ് ദ ലാഡർ ഫ്രം ദ ഗ്രൗണ്ട്, അതായത് തറയിൽ നിന്ന് എന്ത് ഉയരത്തിലാണ്, എത്ര ഉയരത്തിലാണ് ലാഡർ എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് ഏത് റേഷ്യോ എടുക്കാം? നോക്കിക്കേ, ഓപ്പോസിറ്റ് സൈഡ് കണ്ടുപിടിക്കണം, അഡ്ജസന്റ് സൈഡ് അറിയാം. അപ്പൊ നമുക്ക് ഏത് റേഷ്യോ എടുക്കേണ്ടത്? ടാൻ റേഷ്യോ അല്ലേ? ഇൻ ട്രയാങ്കിൾ ABC tan 40 equals opposite side by adjacent side equals AB by BC 2 എന്ന് കിട്ടി. അപ്പൊ നമുക്കിനി tan 40യുടെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. tan 40യുടെ വാല്യൂ എത്രയാണ്? 0.8391. 0.8391 equals AB by 2. അപ്പൊ ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ? Therefore AB equals 2 into 0.8391. എത്ര കിട്ടും? ഒരു 8391 into 2, 2, 7, 16. 1, 2, 3, 4 പ്ലേസസ് മാറ്റണം. എത്ര കിട്ടും? 1.67 equals 1.6782 സെന്റിമീറ്റർ എന്ന് കിട്ടും. നമുക്ക് കറക്റ്റ് 2 ഡെസിമൽ പ്ലേസസ് ആക്കാം. അപ്പോഴ് എത്ര കിട്ടും? മൂന്നാമത്തെ ഡിജിറ്റ് 8 ആയതുകൊണ്ട് ഒന്നിങ്ങോട്ട് ആഡ് ചെയ്യാം. അപ്പം 67 എന്നുള്ളത് 68 ആകും. 1.68 സെന്റിമീറ്റർ. Height of the ladder from the ground equals 1.68 മീറ്റർ ആണോ സെന്റിമീറ്റർ ആണോ? അല്ലേ, സെന്റിമീറ്റർ അല്ല തന്നിരിക്കുന്നത്, മീറ്റർ ആയതുകൊണ്ട് എല്ലാം മീറ്ററിൽ തന്നെ എഴുതാം. 68 മീറ്റർ. ഓക്കെ, പേജ് 121 2 ചോദ്യങ്ങൾ ചെയ്ത് കഴിഞ്ഞ് പേജ് 122 3 ചോദ്യങ്ങളുണ്ട്. ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത ക്ലാസ്സിൽ ആ 3 ചോദ്യങ്ങൾ ചെയ്യുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ.